അറ്റോമിക് സ്ട്രക്ചറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്നും അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ടേംസുകൾ, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വേവ് നമ്പർ, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക ടേംസുകൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നമ്മൾ കാര്യമായി പഠിച്ചു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പം നമുക്ക് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ NCERT ടെക്സ്റ്റിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിഭാസവും അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയപ്പെടുന്ന മറ്റൊരു പ്രതിഭാസവും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷനും അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞ ഫിനോമിനൻസ്, പ്രതിഭാസങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫിനോമിനൻസ് അല്ലെങ്കിൽ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ മറ്റൊരു ശാസ്ത്രജ്ഞൻ, ഒരു സയന്റിസ്റ്റ്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞ ഒരു തിയറി അല്ലെങ്കിൽ ഒരു തത്വം അത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനാണ്. അതായത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉദാഹരണങ്ങളായിട്ടുള്ള ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഇത് രണ്ടും വിശദീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലാദ്യം എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതെങ്ങനെ നമുക്ക് വിശദീകരിക്കാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അപ്പോൾ നമുക്കിവിടെ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ പാർട്ടിലേക്ക്, എന്താണ് ഇതിന്റെ നിർവചനം, എങ്ങനെ നമുക്കൊരു ബ്ലാക്ക് ബോഡിയെ മനസ്സിലാക്കാം. അപ്പം ഒരു ബ്ലാക്ക് ബോഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വസ്തു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ അബ്സോർബ് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു. അപ്പം ആ അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ഏത് ഫ്രീക്വൻസി വേണമെങ്കിലും ആകാം. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ബ്ലാക്ക് ബോഡി എന്നുകൊണ്ട് ഒരു ജനറൽ ടേമാണ് ഈ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പം ബ്ലാക്ക് ബോഡി ഒരു ഐഡിയൽ ബോഡിയാണ്. അപ്പം ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് അബ്സോർബ്സ് ആൻഡ് എമിറ്റ് റേഡിയേഷൻസ് ഓഫ് ഓൾ ഫ്രീക്വൻസീസ്. അതായത് എല്ലാ റേഡിയേഷനുകളെയും, ഏത് ഫ്രീക്വൻസീസിലുള്ള റേഡിയേഷനുകളെയും അത് അബ്സോർബ് ചെയ്യുന്നു, അതുപോലെ തന്നെ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനുകളെ അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും പുറത്തേക്ക് കളയാനും ശേഷിയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം മാത്രമല്ല, ഒരുപാട് സബ്സ്റ്റൻസുകളെ, ഒരുപാട് വസ്തുക്കളെ നമുക്ക് ചേർത്ത് ഒരുമിച്ച് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് കളർ ആയതുകൊണ്ടല്ല അതിനെ അങ്ങനെ വിളിക്കുന്നത്, കളർ വെച്ചല്ല നമ്മൾ വിളിക്കുന്നത്, ജനറൽ ആയിട്ടൊരു ടേമാണ്. NCERT ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് സോളിഡ് സബ്സ്റ്റൻസുകളെ, ഖരവസ്തുക്കളെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ അവർ പ്രത്യേക റേഡിയേഷനുകളെ, ലൈറ്റുകളെയൊക്കെ പുറത്ത് വിടാറുണ്ട്. അത് പ്രത്യേക ടെമ്പറേച്ചറുകളിലാണ്. അപ്പൊ അവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ബ്ലാക്ക് ബോഡി അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി എന്ന് പറയപ്പെടുന്ന വസ്തു എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് കളയുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഒക്കെ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് പറയുന്നത്. അത് നമ്മൾ അങ്ങോട്ട് വിശദീകരിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ബ്ലാക്ക് ബോഡി. ഇത്രയേ ഉള്ളൂ. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞ ഒരു ജനറൽ ടേമാണ്. അപ്പൊ ബ്ലാക്ക് ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു, ഈ ഒരു പ്രതിഭാസം. അപ്പൊ അങ്ങനെ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഏത് ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഏത് വേവ് ലെങ്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യാനും പുറത്തേക്ക് എമിറ്റ് ചെയ്യാനും കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ പൊതുവെ ബ്ലാക്ക് ബോഡികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. NCERT ടെക്സ്റ്റിൽ ഇതിനൊരു ഉദാഹരണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളൊരു അയൺ റോഡ്, ഒരു ഇരുമ്പിന്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ അയൺ റോഡ്, അതിനെ ഹീറ്റ് ചെയ്യുന്ന ഒരു ഉദാഹരണമാണ് NCERT ടെക്സ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം അയൺ റോഡ് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്, ഒരു ഖരവസ്തുവാണ്. അതിനെ ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു സജ്ജീകരണം ഉപയോഗിക്കുന്നു. അതിനെയാണ് ഫർണസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കണം, ലാബുകളിൽ സബ്സ്റ്റൻസുകളെ ചൂടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാൻ വേണ്ടി, ഹയർ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന
അറേഞ്ച്മെന്റുകളെയാണ് ഫർണസ് എന്ന് വിളിക്കുന്നത്. ഫർണസ്. അപ്പൊ നമ്മൾ അയൺ റോഡിനെ ഒരു ഫർണസിൽ വെച്ച് ചൂടാക്കുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക. ഞാനിപ്പോ ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇതിനെ ഒരു ഫർണസ് എന്ന് വിളിക്കാം. അതിൽ ഞാൻ ഒരു അയൺ റോഡിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ അയൺ റോഡിനെ ഞാൻ ചൂടാക്കിക്കൊണ്ട് ഹീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഹീറ്റ് നമുക്ക് ഈ അയൺ റോഡ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഹയർ ടെമ്പറേച്ചറിൽ അയൺ റോഡ് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ഓരോ ടൈം കൂടുന്നതനുസരിച്ച് അതിന്റെ ടെമ്പറേച്ചർ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമുക്ക് പുറത്തുനിന്ന് ഈ അയൺ റോഡിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ അയൺ റോഡിനെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ അയൺ റോഡിൽ നിന്ന് ഡിഫറന്റ് ആയിട്ടുള്ള റേഡിയേഷനുകൾ അല്ലെങ്കിൽ ലൈറ്റുകൾ എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആദ്യം നമുക്ക് മനസ്സിലാക്കാം, ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ, ഒരു പ്രത്യേക ഊഷ്മാവിൽ, ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ അയൺ റോഡ് ആദ്യം ഒരു ഡൾ റെഡ് കളറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ആദ്യം അയൺ റോഡിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു ഡൾ റെഡ് കളറാണ്. പിന്നെയും നമ്മൾ ചൂടാക്കുന്നു അല്ലെങ്കിൽ വീണ്ടും ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുമ്പോൾ ഈ ഡൾ റെഡ് കളർ എന്നുള്ളത് കുറച്ചുകൂടെ ഡീപ്പ് റെഡ് കളറായിട്ട് മാറുന്നു. ഡീപ്പ് റെഡ് കളർ ആയിട്ട് മാറും. നമ്മൾ വീണ്ടും അയൺ റോഡിനെ ഹീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫർണസിലെ ടെമ്പറേച്ചർ നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡീപ്പ് റെഡ് കളർ എന്നുള്ളത് വൈറ്റ് കളറായിട്ട് മാറുന്നു. വൈറ്റ് കളറായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റൊരു ടെമ്പറേച്ചറിൽ നമുക്ക് ബ്ലൂ കളർ കാണാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കണം, ഇത്രയും കളറുകളാണ് ഈ അയൺ റോഡിൽ അല്ലെങ്കിൽ ഫർണസിൽ ഇരുന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്ന ഈ അയൺ റോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു അർത്ഥം എന്നുള്ളത് ഡൾ റെഡ് കളർ ഒരു ടെമ്പറേച്ചറിലായിരിക്കും കാണുന്നത്. അതല്ലാതെ മറ്റൊരു ഹയർ ടെമ്പറേച്ചറിൽ, വലിയൊരു ഊഷ്മാവിലായിരിക്കും റെഡ് കളർ കാണപ്പെടുന്നത്. മറ്റൊരു ടെമ്പറേച്ചറിലാണ് വൈറ്റ് കളർ കാണപ്പെടുന്നത്. വേറൊരു ടെമ്പറേച്ചറിലാണ് ബ്ലൂ കളർ കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലാണ് ഡൾ റെഡ് കളർ എങ്കിൽ മറ്റൊരു ടെമ്പറേച്ചറാണ് T2, മറ്റൊരു ടെമ്പറേച്ചറാണ് T3. ആ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ എക്സിബിറ്റ് ചെയ്യുന്ന T3 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും. അതുപോലെ മറ്റൊരു ടെമ്പറേച്ചറാണ് T4. ഇവിടെ മനസ്സിലാക്കേണ്ടത് T1-നേക്കാട്ടിൽ കൂടുതലാണ് T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ, അതിനെക്കാട്ടി കൂടുതലാണ് T3 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ, അതിനെക്കാട്ടി കൂടുതലാണ് T4 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ. അപ്പൊ ഞാൻ ടെമ്പറേച്ചറിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അയൺ റോഡ് ഒരു ബ്ലാക്ക് ബോഡിയായി സങ്കല്പിച്ചാൽ അയാൾ വ്യത്യസ്ത ഊഷ്മാവിൽ, വ്യത്യസ്ത ടെമ്പറേച്ചറുകളിൽ ഡിഫറന്റ് ആയിട്ടുള്ള കളറുകളെ പുറത്തേക്ക് വിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഡൾ റെഡ് മുതൽ ബ്ലൂ കളർ വരെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മൾ ഈ കളറുകളെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അയൺ റോഡിനെ നമ്മൾ NCERT ടെക്സ്റ്റിൽ ഒരു ബ്ലാക്ക് ബോഡിക്ക് ഉദാഹരണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അയൺ റോഡ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. ഡിഫറന്റ് ആയിട്ടുള്ള ഊഷ്മാവുകളിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചറുകളിൽ അത് ഡിഫറന്റ് കളറുകളെ പുറത്തേക്ക് വിടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കണം, എന്താണ് ഒരു ബ്ലാക്ക് ബോഡി, അതിന്റെ നിർവചനം എന്താണ്, എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഹൗ വി ക്യാൻ ഡിഫൈൻ എ ബ്ലാക്ക് ബോഡി. ഇങ്ങനെ മനസ്സിലാക്കണം, ഒരു ബ്ലാക്ക് ബോഡി ഈസ് ആൻ ഐഡിയൽ ബോഡി. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. ഒരു ഐഡിയൽ ബോഡി എന്നാണ് ബ്ലാക്ക് ബോഡിയെ വിളിക്കുന്നത്. ഈ ബോഡിയുടെ പ്രത്യേകത, ഒരു സബ്സ്റ്റൻസ്, പ്രധാനപ്പെട്ട സോളിഡ്സ് ആണ് നമ്മൾ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളെയും ഏത് ഫ്രീക്വൻസീസിലുള്ള അല്ലെങ്കിൽ ഏത് വേവ് ലെങ്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെയും അത് അബ്സോർബ് ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാ ഫ്രീക്വൻസിയും ഏത് വേവ് ലെങ്തിലുള്ള റേഡിയേഷനുകളെ ഇത് പുറത്തേക്ക് വിടുകയും ചെയ്യും. അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡികൾ എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി തരാം. ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന, പുറത്തേക്ക് കളയുന്ന റേഡിയേഷനുകളെ അല്ലെങ്കിൽ വേവുകളെ, അവരെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷനും അത് തന്നെയാണ്. എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ? ആദ്യം നമ്മൾ ബ്ലാക്ക് ബോഡി എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ ബ്ലാക്ക് ബോഡി പുറത്തേക്ക് എമിറ്റ് ചെയ്ത് കളയുന്ന റേഡിയേഷനുകളെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ദ റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് കോൾഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചറിന് ഒരു ഉദാഹരണമാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കാം, ഒന്നുകൂടെ ഞാൻ പറയുന്നു, എന്താണ് ബ്ലാക്ക് ബോഡി. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയൽ ബോഡിയാണ്. അത് റേഡിയേഷനുകളെ അബ്സോർബ് ചെയ്യുന്നു. ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ പുറത്തേക്ക് എമിറ്റ് ചെയ്ത് കളയാനും അവർക്ക് കഴിവുണ്ട്. ബ്ലാക്ക് ബോഡി പുറത്തേക്ക് കളയുന്ന റേഡിയേഷൻ, ഏത് റേഡിയേഷനെയാണോ, ഏത് ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ ഏത് വേവ് ലെങ്തിലുള്ള റേഡിയേഷനെയാണോ ബ്ലാക്ക് ബോഡി പുറത്തേക്ക് കളയുന്നത്, ആ റേഡിയേഷനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉദാഹരണമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ബ്ലാക്ക് ബോഡി ഏത് റേഡിയേഷനെയാണ് പുറത്തേക്ക് കളയുന്നത് എന്നുള്ളത് അതിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെയാണ് പുറത്ത് കളയുന്നത് എന്നുള്ളത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്.
അപ്പൊ നമുക്ക് ഈ ഫ്രീക്വൻസിയെ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ബ്ലാക്ക് ബോഡി പുറത്തേക്ക് കളയുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസിയെ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പായും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ ഓരോ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എമിറ്റഡ് ഫ്രം എ ബ്ലാക്ക് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേഡിയേഷനുകളുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിവിടെ ഒരു ഗ്രാഫാണ് പഠിക്കാനുള്ളത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ബ്ലാക്ക് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് പോകാം. അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു പ്ലോട്ടാണ് അല്ലെങ്കിൽ ഒരു ഗ്രാഫാണ്. അപ്പൊ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് ബോഡി പുറത്തേക്ക് കളയുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി, തീവ്രത, ഇന്റൻസിറ്റി, അതുപോലെ ആ റേഡിയേഷന്റെ വേവ് ലെങ്തും ഇന്റൻസിറ്റിയും തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം വേവ് ലെങ്ത് ഫ്രീക്വൻസിയുമായിട്ട് ബന്ധമുണ്ട്. വേവ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ബ്ലാക്ക് ബോഡിയുടെ രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറുകൾ T1 T2 എന്ന് പറഞ്ഞ രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറുകൾ എടുക്കുന്നു. T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിനെക്കാട്ടി കൂടുതലാണ്. അപ്പം ആ രണ്ട് ഡിഫറന്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫിന്റെ വേരിയേഷൻ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ആ ഗ്രാഫിലേക്ക് പോകാം. അപ്പൊ ഞാനിവിടെ ഇന്റൻസിറ്റിയും വേവ് ലെങ്തും തമ്മിൽ ഒരു ഗ്രാഫ് ഡ്രോ ചെയ്തിട്ടുണ്ട്. അവിടെ രണ്ട് ഡിഫറന്റ് ടെമ്പറേച്ചർ എടുക്കുന്നു, T1 T2. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കണം T2 ഗ്രേറ്റർ ദാൻ T1. T2 എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ T1നേക്കാൾ, അങ്ങനെ മനസ്സിലാക്കാം. ഈ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ആ ഗ്രാഫിലെ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ നമ്മൾ പരിശോധിക്കുന്നു. ഏകദേശം ഇവിടെ 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്നതനുസരിച്ച് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാണ്, കൂടുതലാണ്. നമ്മൾ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് പോകുമ്പോൾ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ ഗ്രാഫിനെ ഒന്ന് പഠിച്ചാൽ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ ഏകദേശം അതേ ഗ്രാഫിക്കൽ നേച്ചർ തന്നെയാണ് T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലെ ഗ്രാഫിന്റെ കാര്യങ്ങളൊന്ന് പഠിക്കാം. അതായത് വേവ് ലെങ്ത് അങ്ങോട്ട് വലത്തോട്ട് പോകുന്നതനുസരിച്ച് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതനുസരിച്ച് കൂടുന്നു. അതനുസരിച്ച് ഇന്റൻസിറ്റി കൂടുന്നു. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ മേളിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, ഇന്റൻസിറ്റി കൂടുന്നു. അപ്പൊ നമുക്ക് പറയാം ഇന്റൻസിറ്റി ഓഫ് ദ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്നു. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ താഴേക്ക് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക വേവ് ലെങ്തിലേക്ക് എത്തുന്നതായിട്ട് കാണാം. ഞാൻ അതിനെ തൽക്കാലത്തിന് λ1 എന്ന് എടുക്കുന്നു. λ1. അപ്പൊ ഈ λ1 എന്ന് പറഞ്ഞ വേവ് ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റൻസിറ്റി നമ്മൾ നോക്കുമ്പോൾ അത് ഏറ്റവും മാക്സിമം ഇന്റൻസിറ്റിയാണ്. ഇതിനുശേഷം പിന്നെയും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇന്റൻസിറ്റി കുറയുന്നതായിട്ട് കാണാം, പക്ഷേ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിനെ ഒന്ന് പഠിച്ചാൽ ഇന്റൻസിറ്റി ഓഫ് ദ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് വേവ് ലെങ്ത് റീച്ചസ് എ മാക്സിമം വാല്യൂ അറ്റ് എ പർട്ടിക്കുലർ വേവ് ലെങ്ത്. ഇന്റൻസിറ്റി ഒരു മാക്സിമം വാല്യൂലേക്ക്, ഒരു പീക്ക് വാല്യൂലേക്ക് എത്തുന്നു. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് λ1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ സ്റ്റാർട്ട്സ് ഡിക്രീസ്. പിന്നെ അത് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് തന്നെയാണ് നമുക്ക് T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലെ ഗ്രാഫും നമുക്ക് കാണിക്കുന്നത്. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ വേവ് ലെങ്ത് റൈറ്റ് സൈഡിലേക്ക് കൂടുന്നു, ഇന്റൻസിറ്റി കൂടുന്നു. അവിടെ നമുക്കൊരു പീക്ക് പോയിന്റിലേക്ക് എത്തുന്നു. ഇതാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന പീക്ക് പോയിന്റ്. അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ താഴേക്ക് ഡ്രോ ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു വേവ് ലെങ്ത്, മാക്സിമം ഇന്റൻസിറ്റി ഉള്ള ഒരു വേവ് ലെങ്തിലേക്ക് ഇരുന്നു. ദാറ്റ് ഈസ് λ2. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രകടമായ വ്യത്യാസം, ടെമ്പറേച്ചർ കുറച്ച് കൂട്ടിയപ്പോഴത്തേന് അന്നേരം ഒരു ഹയർ ടെമ്പറേച്ചറിൽ പുറത്തു വന്ന റേഡിയേഷൻ അതിന്റെ ആ മാക്സിമം വേവ് ലെങ്ത് അല്ലെങ്കിൽ മാക്സിമം ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് λ1നേക്കാട്ടി കുറച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ λ2 ഈസ് ലെസ് ദാൻ λ1. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അപ്പം ഗ്രാഫിന്റെ ഒരു നേച്ചർ ഈ രീതിയിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് ഒരു പീക്കിൽ, ഒരു മാക്സിമത്തിൽ എത്തിയിട്ട് പിന്നെയും വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇന്റൻസിറ്റി കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഒരു മാക്സിമം ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വേവ് ലെങ്ത് കാണാൻ പറ്റും. അത് ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഫ്രീക്വൻസിയുടെ ടേംസിലും വേണമെങ്കിൽ ഈ ഗ്രാഫിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് കുറയുമ്പോഴാണ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആവുന്നത്. അപ്പം മനസ്സിലാക്കാം. ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഗ്രാഫ് ഓടിക്കാൻ പോവാണ്. ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇനി തിരിച്ച് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുക, 0യോട് അടുക്കുകയാണ്. വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ ന്യൂ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇങ്ങോട്ട് വന്നാൽ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. അതനുസരിച്ച് ഇന്റൻസിറ്റി വർദ്ധിക്കുകയാണ്. തിരിച്ചു പറഞ്ഞാലും ഇന്റൻസിറ്റി വർദ്ധിച്ച് ഒരു പീക്കിൽ എത്തിയിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇന്റൻസിറ്റി ഓഫ് ദ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ
increases with decrease of wavelength or increase of frequency and reaches a maximum value then starts decreasing. അങ്ങനെ വേണമെങ്കിലും തിരിച്ചു വേണമെങ്കിലും പറയാം. NCERT ടെക്സ്റ്റിൽ തിരികെയുള്ള എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് വേവ്ലെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിംഗ് ഓർഡർ, ഇൻക്രീസിംഗ് ഓർഡർ ഏത് ടേംസിൽ വേണമെങ്കിലും നമുക്ക് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പറയാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കേസാണ്. ഇതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ബ്ലാക്ക് ബോഡി റേഡിയേഷനും അതുപോലെ തന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും വിശദീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് പറയാം. അപ്പൊ മാക്സ് പ്ലാങ്ക് എന്നറിയപ്പെടുന്ന ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ് ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പം മാക്സ് പ്ലാങ്ക് പ്രപ്പോസ് ചെയ്ത പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്താണ് പറയുന്നതിന് മുമ്പിട്ട് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കണം, ഈ തിയറി എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. For the explanation of this photoelectric effect and black body radiation. Black body radiationന്റെയും photoelectric effectന്റെയും എക്സ്പ്ലനേഷന് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന മാക്സ് പ്ലാങ്ക് പ്രപ്പോസ് ചെയ്ത പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പഠിക്കുന്നത്. അപ്പൊ അത് പ്രപ്പോസ് ചെയ്തത് ജർമ്മൻ സയന്റിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ പേര് മാക്സ് പ്ലാങ്ക് എന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരാം. അതായത് ഈ പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറി പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. ആ എമിറ്റ് ചെയ്യുന്നതും അബ്സോർബ് ചെയ്യുന്നതും ഒരു ഡിസ്കണ്ടിന്യൂസ് മാനറിലാണ്, ഒരു തുടർച്ചയില്ലാത്ത ഒരു മാനറിലാണ് എന്നാണ് ഈ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി പറയുന്ന ആദ്യത്തെ പോയിന്റ്. സോ ആറ്റംസ് ഓർ മോളിക്യൂൾസ് കുഡ് അബ്സോർബ് ഓർ എമിറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ എ ഡിസ്കണ്ടിന്യൂസ് മാനർ. ആറ്റങ്ങളും മോളിക്യൂളുകളും എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്ററിന്റെ കേസ് എടുക്കണം. ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതിനകത്ത് ആറ്റവും മോളിക്യൂളും ഒക്കെ ഉണ്ട്. അപ്പം ഒരു മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു പറയുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പുറത്തേക്ക് കളയുന്നു എന്ന് പറയുന്നു. അബ്സോർപ്ഷൻ ആണെങ്കിലും എമിഷൻ ആണെങ്കിലും നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഈ ഒരു അബ്സോർബ് ചെയ്യുന്ന രീതിയും എമിറ്റ് ചെയ്യുന്ന രീതിയും ഒരു ഡിസ്കണ്ടിന്യൂസ് മാനറിലാണ് എന്നാണ് മാക്സ് പ്ലാങ്ക് അഭിപ്രായപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് അത് എന്താണെന്ന് വിശദീകരിച്ച് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു മാറ്ററിനെ കാണിച്ചിട്ടുണ്ട്. ഈ മാറ്റർ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പൊ ഇയാൾ എമിറ്റ് ചെയ്യുന്നത് ഞാൻ ബ്രോക്കൺ ലൈൻസ് ആണ് അതിനെ കാണിച്ചിരിക്കുന്നത്. അതാണ്ട് ഈ ഒരു മാനറിലാണ്. ഈ ഒരു വരയെ ഞാൻ ഇങ്ങനെ ബ്രോക്കൺ ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കും. ഇനി ഇയാൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നതും ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ്, ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നത്. അപ്പം ഒരു മാറ്റർ അല്ലെങ്കിൽ ആറ്റവും മോളിക്യൂളും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നതും പുറത്തേക്ക് കളയുന്നതും ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മാനറിലാണെന്നാണ് ഈ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഈ ഡിസ്കണ്ടിന്യൂസ് മാനർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി, ചെറിയ പാക്കറ്റ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് എനർജി എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെ ചെറിയ സെക്ഷൻ വൈസിലാണ് അബ്സോർപ്ഷനും എമിഷനും ഒക്കെ നടക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു കംപ്ലീറ്റ് ട്രെയിൻ, ഒരു വലിയ ട്രെയിൻ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെങ്കിൽ ട്രെയിൻ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുന്നു. അപ്പൊ നമുക്കറിയാം പല ബോഗികൾ ചേർത്താണ് ട്രെയിൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒരു ഫുൾ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബോഗി കഴിഞ്ഞ് ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ബോഗി, അടുത്ത ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത ബോഗി, അങ്ങനെ പല ബോഗികൾ, ഒരുപാട് ബോഗികൾ ചേർന്നാണ് ഒരു ഫുൾ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രെയിൻ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു മുമ്പോട്ടുള്ള പോക്ക് പോലെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു വസ്തു അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ ഒരു ബോഗി, ആ ഒരു സെക്ഷൻ, അതാണ് അതിന്റെ ഒരു റിപ്പീറ്റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെ ബ്രോക്കൺ ലൈൻ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സെക്ഷൻ വൈസിലാണ് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഒരു സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്നു, പുറത്തേക്ക് കളയുന്നത്. ആ ഒരു ചെറിയ പാക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ സെക്ഷൻ, നമ്മൾ ട്രെയിനിന്റെ കാര്യം പറഞ്ഞ ഒരു ബോഗി എന്ന് പറയുന്ന പോലെ ആ ഒരു ചെറിയ സെക്ഷനെയാണ് നമ്മൾ ക്വാണ്ടം എന്ന് പേര് വിളിക്കുന്നത്. അപ്പൊ ക്വാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിന്റെ കേസിൽ ബോഗി എന്ന് പറയുന്ന പോലെ ഈ ചെറിയ പാക്കറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് എനർജി എന്ന് പറയുന്നു. അപ്പൊ ക്വാണ്ടം ബേസിലാണ് ലൈറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനോ അബ്സോർബ് ചെയ്യപ്പെടുന്നത്, എമിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അബ്സോർപ്ഷൻ ആണെങ്കിലും എമിഷൻ ആണെങ്കിലും ഈ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ലൈറ്റിന്റെ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് പറഞ്ഞുതരാം. ലൈറ്റിന്റെ കേസിൽ നമ്മൾ ക്വാണ്ടം എന്ന് പറഞ്ഞ ടേമിനെ ഫോട്ടോൺ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ലൈറ്റ് ക്വാണ്ടം ഈസ് കോൾഡ് ഫോട്ടോൺ. പ്ലൂറലായിട്ട് നമുക്ക് ഫോട്ടോൺസ് എന്ന് പറയാം, ക്വാണ്ടം എന്ന് പറഞ്ഞാൽ ക്വാണ്ട എന്ന് പറയാം. അപ്പൊ ക്വാണ്ടം രൂപത്തിലാണ് അല്ലെ ഫോട്ടോൺസ് ആയിട്ടാണ് ലൈറ്റിന്റെ അബ്സോർപ്ഷൻ എമിഷനും ഒക്കെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഒരു ഫോട്ടോണിനെ നമുക്ക് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് എനർജി എന്ന് പറയാം. അതൊരു ഡിസ്കണ്ടിന്യൂസ് മാനറിലാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഒന്ന് പോയാൽ, മാക്സ് പ്ലാങ്ക് പ്രപ്പോസ് ചെയ്ത തിയറിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഈ ക്വാണ്ടം അല്ലെങ്കിൽ ലൈറ്റിന്റെ കേസിൽ ഫോട്ടോൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ പാക്കറ്റ്, ഒരു ചെറിയ സെക്ഷൻ, അതിന്റെ എനർജിയെ നമ്മൾ ക്യാപിറ്റൽ ഇ എന്നെടുത്താൽ ആ എനർജി എന്ന് പറയുന്നത് ആ റേഡിയേഷന്റെ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ ഫ്രീക്വൻസിക്ക് നേർ അനുപാതം അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും.
അപ്പം ലെറ്റ് ക്യാപിറ്റൽ ഇ ഈസ് ദ എനർജി ഓഫ് എ ക്വാണ്ടം ഓഫ് റേഡിയേഷൻ. ഈ റേഡിയേഷന്റെ ഒരു ക്വാണ്ടത്തിന്റെ എനർജിയെ ക്യാപിറ്റൽ ഇ എന്ന് എടുക്കാം. അല്ലെങ്കിൽ ഒരു ലൈറ്റിന്റെ കേസിൽ ഫോട്ടോൺ എന്ന് പറയുന്നത് ക്വാണ്ടത്തിന് വരെ നമുക്ക് ഫോട്ടോൺ എന്ന് പറയാം. അപ്പോൾ ഒരു ഫോട്ടോണിന്റെ എനർജിയെ ക്യാപിറ്റൽ ഇ എന്ന് എടുത്താൽ ഈ റേഡിയേഷന്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അപ്പം 1 ഫോട്ടോൺ ഓഫ് എനർജി അല്ലെങ്കിൽ 1 ക്വാണ്ടം ഓഫ് എനർജിയുടെ എനർജി ഇ ആണെങ്കിൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ. റേഡിയേഷന്റെ ഫ്രീക്വൻസിയായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം, മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരുന്നു. അപ്പൊ ഇ ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ എന്ന് എഴുതാൻ പറ്റും. ഈ സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതൊരു സ്ഥിരസംഖ്യയാണ് ഈ എച്ച് എന്ന് പറയുന്നത്. ആ എച്ചിനെ വിളിക്കുന്ന പേരാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പൊ എച്ചിനെ വിളിക്കുന്ന പേരാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം, കാണാതെ അറിഞ്ഞിരിക്കണം. 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ്. ജൂൾ സെക്കൻഡ് എന്നാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം, ഒരു ക്വാണ്ടം അല്ലെങ്കിൽ ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇ ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ എന്ന് പറയുന്നു. ഇ ഈസ് ദ എനർജി കറസ്പോണ്ടിങ് ടു 1 ക്വാണ്ടം ഓർ 1 ഫോട്ടോൺ. ലൈറ്റിന്റെ കേസിലാണ് ക്വാണ്ടത്തെ മാറ്റി ഫോട്ടോൺ എന്ന് പറയുന്നത്. ബാക്കിയുള്ള റേഡിയേഷന്റെ കേസിൽ നമ്മൾ ഫോട്ടോണിന് വരെ ക്വാണ്ടം എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു ക്വാണ്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇ ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. അവിടുത്തെ എച്ച് ആണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതിനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത മൂന്നാമത്തെ പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ, മാക്സ് പ്ലാങ്ക് ഇങ്ങനെ പറയുന്നു, നമ്മളൊരു റേഡിയേഷനെ സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന അബ്സോർപ്ഷൻ ആണെങ്കിലും എമിഷൻ ആണെങ്കിലും നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ എടുക്കുമ്പോൾ ഈ എച്ച് ന്യൂ എന്ന് പറഞ്ഞ ഫാക്ടർ, അതാണ് ഒരു ക്വാണ്ടത്തിന്റെ എനർജി. അപ്പം നമ്മൾ എല്ലാ ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ എല്ലാ ഫോട്ടോണുകളെയും അല്ലെങ്കിൽ എല്ലാ ക്വാണ്ടത്തെയും പരിഗണിക്കുമ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് n ഇൻറ്റു എച്ച് ന്യൂ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. n ഇൻറ്റു എച്ച് ന്യൂ. n ഒരു ഇന്റിജർ ആണ്. n ഈക്വൽ ടു 1, 2, 3 ഇങ്ങനെയാണ് പോകുന്നത്. സീറോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവ് വാല്യൂ ഫ്രാക്ഷൻസോ ഒന്നും വരില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ മനസ്സിലാക്കണം, ആറ്റംസ് ഓർ മോളിക്യൂൾസ് കുഡ് അബ്സോർബ് ആൻഡ് എമിറ്റ് റേഡിയേഷൻസ് only in terms of integral multiple of h nu. h nuവിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് ആറ്റങ്ങൾ റേഡിയേഷനുകളെ അബ്സോർബ് ചെയ്യുന്നതും അതുപോലെ തന്നെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നതും. അപ്പൊ ഈ എച്ച് നു, അപ്പം 1, അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്ത എച്ച് നു വരും, ഒരു ക്വാണ്ടത്തിന് എനർജി. എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുത്ത 2 എച്ച് നു വരും, 3 എച്ച് നു. അപ്പൊ 1 എച്ച് നു, 2 എച്ച് നു, 3 എച്ച് നു. ആ രീതിയിലാണ് നമ്മൾ ഈ റേഡിയേഷന്റെ അബ്സോർപ്ഷനും എമിഷനും നടക്കുന്നത്. സോ നമുക്ക് പറയാം, എച്ച് നുവിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് അബ്സോർപ്ഷനും എമിഷനും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഒരു പദാർത്ഥത്തിൽ നടക്കുന്നത്. അത്രയും മനസ്സിലാക്കാം. സോ മേജറായിട്ട് 3 പോയിന്റുകളുണ്ട്. മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി അനുസരിച്ച് ഒരു മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുമ്പോഴോ എമിറ്റ് ചെയ്യുമ്പോഴോ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ഡിസ്കണ്ടിന്യൂസ് മാനറിലായിരിക്കും ആ ഒരു പ്രക്രിയ നടക്കുന്നത്. അതിൽ ഒരു ചെറിയ സെക്ഷന്റെ, ഒരു ചെറിയ പാക്കറ്റിന്റെ എനർജി എന്ന് പറയുന്നത് ഇ എന്നെടുത്താൽ അതിന്റെ എനർജി ഇ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയാം. അവിടെ എച്ച് എന്ന് പറഞ്ഞ ഒരു പുതിയ കോൺസ്റ്റന്റ് ഉണ്ട്, അതിനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. അതിന്റെ വാല്യൂ 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ് എന്നാണ്. അപ്പൊ പ്രോബ്ലങ്ങളിലൊക്കെ നമുക്ക് അത് ആവശ്യമുണ്ട്, അത് ബൈഹാർട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ എമിറ്റ് ചെയ്യുമ്പോഴോ അബ്സോർബ് ചെയ്യുമ്പോഴോ എച്ച് ന്യൂ എന്ന് പറയപ്പെടുന്ന ഫാക്ടറിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും അത് അബ്സോർബ് ചെയ്യുന്നു എമിറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടം 2 ക്വാണ്ടം എന്നൊക്കെ പറയും, 1 എച്ച് ന്യൂ 2 എച്ച് ന്യൂ എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് അത് അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതും. അല്ലാതെ ഹാഫോ അല്ലെങ്കിൽ ഫ്രാക്ഷൻസോ നെഗറ്റീവ് വാല്യൂസോ ഒന്നും അവിടെ എന്നിന്റെ സ്ഥാനത്ത് വരില്ല. അപ്പൊ മനസ്സിലാക്കണം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസ് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പ്രോബ്ലങ്ങളൊക്കെ ഈ എൻ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ എൻട്രൻസ് എക്സാമിനേഷൻ അതുപോലെ തന്നെ നമ്മുടെ NCERT പ്രോബ്ലങ്ങളിലും ഉണ്ട്. അപ്പൊ ഈ എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലങ്ങളിൽ നോർമലി ഇപ്പോൾ ഒരു ബൾബിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ എൻ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ എൻ വാല്യൂ അങ്ങനെ ചോദിക്കുമെന്നേ നമ്മളിപ്പോ ഒരു ബൾബിന്റെ പവർ ഒക്കെ തരാണ്. 100 വാട്ട് ബൾബ് അല്ലെങ്കിൽ 150 വാട്ട് ബൾബ്. വാട്ട് എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറയും ബൾബിന്റെ. അങ്ങനെ പവർ ഒക്കെ തന്നിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ n ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ n കണ്ടുപിടിക്കുമ്പോൾ n ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ h ന് ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് എന്ന് പറയാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഫോട്ടോണുകളുടെ എണ്ണത്തെയാണ് n എന്ന് പറയുന്നത്. ഇനി എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്.
Calculate the rate of emission of conda. Rate of emission of conda. Rate of emission of conda. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ട സെയിം ഇക്വേഷൻ. അപ്പോൾ മനസ്സിലാക്കാം റേറ്റ് ഓഫ് എമിഷൻ ഓഫ് കോണ്ട, പിന്നെ ഈ പറഞ്ഞ പോലെ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്രയാണ് ഇതിന്റെ റേറ്റ് ഓഫ് എമിഷൻ കോണ്ടത്തിന്റെ അല്ലെങ്കിൽ ഫോട്ടോണിന്റെ. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ n കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ചോദ്യങ്ങളാണ് n നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് എന്ന് പറയാൻ n, അതുപോലെ തന്നെ റേറ്റ് ഓഫ് എമിഷൻ ഓഫ് കോണ്ട എമിറ്റഡ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് എമിഷൻ ഓഫ് കോണ്ട പെർ സെക്കൻഡ് എന്ന് പറയാം. അപ്പൊ അതാണ് എന്നിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പോസ്റ്റുലേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലങ്ങളിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പൊ ഇതാണ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദി കേസ് ഓഫ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചറിന്റെ രണ്ടാമത്തെ ഉദാഹരണമായ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കിയാൽ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമ്മളൊരു മെറ്റലിന്റെ സർഫസ് കൺസിഡർ ചെയ്യുക, ഒരു ലോഹത്തിന്റെ ഉപരിതലം അല്ലെങ്കിൽ മെറ്റലിന്റെ സർഫസ്. ആ ഉപരിതലത്തിലേക്ക് ഒരു ലൈറ്റ് വന്ന് പതിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു. ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വന്ന് ഒരു മെറ്റലിന്റെ സർഫസിലേക്ക് ഇൻസിഡന്റ് ചെയ്താൽ അല്ലെങ്കിൽ വന്ന് പതിച്ചാൽ ഈ മെറ്റലിന്റെ സർഫസിലുള്ള ഇലക്ട്രോണുകൾ പുറത്തേക്ക് എമിറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് ഇജക്ട് ചെയ്ത് പോകുന്നു. ഇജക്ഷൻ എന്നാണ് പറയുന്നത്, ഇളകി പുറത്തേക്ക് പോകുന്നു. ഈ ഫിനോമിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ ബൈ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം: ദ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് എ മെറ്റൽ വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡന്റ് ഓൺ ഇറ്റ് സർഫസ്. അതായത് ഒരു മെറ്റലിന്റെ ഉപരിതലത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇറങ്ങി വെളിയിലേക്ക് പോകുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പം വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡന്റ് ഓൺ ഇറ്റ് സർഫസ്, അതായത് ആ മെറ്റലിന്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ സർഫസിൽ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് വന്ന് പതിക്കണം. അപ്പൊ ഈ ഒരു ഫിനോമിനൻ ആദ്യമായി ഒബ്സർവ് ചെയ്തത് എച്ച് ഹെഡ്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഹെഡ്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇനി വളരെ കാര്യമായി മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് എന്തൊക്കെയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു മെറ്റൽ സർഫസ് ആണെന്നിരിക്കട്ടെ, ഈ മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുന്നു. അപ്പൊ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഈ മെറ്റൽ സർഫസിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇജക്ട് ചെയ്ത് പോകും. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമും കൂടെ മനസ്സിലാക്കണം. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഭാഗമായിട്ട് മെറ്റലിന്റെ ഉപരിതലത്തിൽ നിന്ന് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണുകളെ നമ്മളൊരു പേര് വിളിക്കും ഫോട്ടോ ഇലക്ട്രിക്, എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. അപ്പം അത് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രോൺസ് ഒബ്റ്റൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഇലക്ട്രോണുകളെയാണ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇവർ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് കാരണമാകുന്നു. നമുക്കറിയാം ഇലക്ട്രോണുകളുടെ ഫ്ലോ എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. അപ്പൊ ഇവർ യഥാർത്ഥത്തിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ്. അപ്പം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മനസ്സിലാക്കുക. അത് ആദ്യമായി ഒബ്സർവ് ചെയ്ത സയന്റിസ്റ്റ് എച്ച് ഹെഡ്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഫോട്ടോ ഇലക്ട്രോൺസ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഇലക്ട്രോണുകൾ. ഇനി നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് വന്ന് വീഴുന്നു മെറ്റൽ സർഫസിൽ. അപ്പം അവിടെ ടൈമിന് ലാഗ് ഒന്നും ഉണ്ടാവാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ ഈസിയായി എപ്പോഴാണോ ലൈറ്റ് വന്ന് മെറ്റലിന്റെ സർഫസിൽ വീഴുന്നത് ആ നിമിഷം തന്നെ ഇലക്ട്രോൺ ആ മെറ്റൽ സർഫസിൽ നിന്ന് വെളിയിലേക്ക് ഇജക്ട് ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം: there is no time lag between the striking of light beam and ejection of electron. അതായത് ലൈറ്റ് എപ്പോൾ വന്ന് മെറ്റലിന്റെ സർഫസിൽ വീഴുന്നു അപ്പൊ തന്നെ ഇലക്ട്രോണുകൾ മെറ്റലിന്റെ സർഫസിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. സോ there is no time lag between the striking of light beam and ejection of electron. അപ്പൊ ലൈറ്റ് വന്ന് പതിച്ച ഉടനെ തന്നെ ഇലക്ട്രോൺ ഇറങ്ങി വെളിയിലോട്ട് പോകും. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ തീവ്രത, ഇന്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്. അപ്പൊ വന്ന് പതിക്കുന്ന മെറ്റലിന്റെ സർഫസിലേക്ക് വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് നല്ല ബ്രൈറ്റ് ലൈറ്റ്, നല്ല ശക്തിയുള്ള ഇന്റൻസിറ്റിയുള്ള തീവ്രതയുള്ള ലൈറ്റ് ആണ് മെറ്റലിന്റെ സർഫസിൽ വന്നിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും പുറത്തേക്ക് ഇജക്ട് ചെയ്ത് പോകുന്ന, പുറത്തേക്ക് എമിറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും അവിടെ. അപ്പൊ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് പ്രപ്പോർഷണൽ ടു ബ്രൈറ്റ്നസ് ഓർ ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്.
അതായത് വന്ന് പതിക്കുന്ന ലൈറ്റിന് ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, ന്യൂ ഉണ്ടായിരിക്കും. ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് മെറ്റലിന്റെ സർഫസിൽ വീഴുമ്പോഴാണ് ഇലക്ട്രോൺ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പൊ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഫോട്ടോ ഇലക്ട്രോൺസിന് പുറത്തേക്ക് മൂവ് ചെയ്ത് പോകണം. അത് ഇളകിയിട്ട് പുറത്തേക്ക് മൂവ് ചെയ്ത് പോകുമ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി അല്ലെങ്കിൽ നമുക്ക് ½mv² എന്ന് പറയാം. ഈ m എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസ് ആണ്, v എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ വെലോസിറ്റി ആണ്. അപ്പം കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, ½ mv². അപ്പൊ പുറത്തേക്ക് പോകുന്ന ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി അത് ഈ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെ പറയാം, വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രോൺസിന്റെ ആ മെറ്റലിന്റെ സർഫസിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് എല്ലാ മെറ്റലുകൾക്കും, ഏത് മെറ്റൽ നമ്മൾ എടുത്താലും അതിനൊരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ ഫ്രീക്വൻസി അതിനെ നമ്മളൊരു പേര് വിളിക്കും, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പേര് വിളിക്കുന്നത്. അപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസി, ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയെ നമ്മളൊരു റെപ്രസെന്റേഷൻ കൊടുക്കും. ന്യൂ ആണ് ഫ്രീക്വൻസിയുടെ റെപ്രസെന്റേഷൻ. ഇവിടെ നമ്മളൊരു സഫിക്സ് പോലെ ഒരു സീറോയും കൂടെ കൊടുത്താൽ ന്യൂ 0 എന്ന് പറയാം. അതിനെയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം, എല്ലാ മെറ്റലുകൾക്കും ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്, ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഒരു മിനിമം ഫ്രീക്വൻസിയാണ്. ആ മിനിമം ഫ്രീക്വൻസി അത്രയെങ്കിലും, ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ അത്രയെങ്കിലും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് വന്ന് മെറ്റലിന്റെ സർഫസിൽ വീണെങ്കിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഹാപ്പൻ ചെയ്യും, നടക്കൂ. അപ്പൊ മനസ്സിലാക്കാം, ഫോർ എവരി മെറ്റൽ ദർ ഈസ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി. എല്ലാ മെറ്റലുകൾക്കും ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ബിലോ വിച്ച്, ആ ഫ്രീക്വൻസിക്ക് താഴെയുള്ള ഒരു ഫ്രീക്വൻസിയാണ്. ഇപ്പം ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ അത്രയും ഫ്രീക്വൻസി അല്ല, അത് ഈ കുറഞ്ഞു നിൽക്കുന്ന ഒരു ഫ്രീക്വൻസിയുള്ള ലൈറ്റാണ് മെറ്റലിന്റെ സർഫസിൽ നിന്ന് പതിക്കുന്നതെങ്കിൽ ഒരിക്കലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കത്തില്ല. For every metal there is a particular frequency below which photoelectric effect does not happen. ആ ഒരു മിനിമം ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി, ന്യൂ 0 എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ഒരു മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി 5 ഹെർട്സ് ആന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് വന്ന് പതിച്ച ലൈറ്റിന്റെ ഫ്രീക്വൻസി ഇപ്പം 4 ഹെർട്സ് ആണ്. അപ്പം മെറ്റലിന് മിനിമം വേണ്ടുന്നത് 5 ഹെർട്സ് ആണ്. വന്ന് പതിച്ച ലൈറ്റിന്റെ ഫ്രീക്വൻസി 4 ഹെർട്സ്. ഒരിക്കലും ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കില്ല. അപ്പൊ കറക്റ്റ് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ ഇത് ന്യൂ എന്ന് പറയുന്നത് വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിയാണ്. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ദ മെറ്റൽ. അപ്പൊ മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടി കൂടുതലായിരിക്കണം വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിർവചനത്തിൽ അല്ലെങ്കിൽ ഡെഫിനിഷനിൽ വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി എന്ന് ചേർത്ത് പറയുന്നത്. അനുയോജ്യമായ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ആയിരിക്കണം മെറ്റലിന്റെ സർഫസിൽ നിന്ന് വീഴേണ്ടത്. അപ്പോൾ ഓരോ മെറ്റലിനും ഓരോ രീതിയിലുള്ള ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. മെറ്റൽ മാറുന്നതനുസരിച്ച് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ റേഞ്ച് മാറും. അപ്പം ഇങ്ങനെയാണ് കണ്ടീഷൻ. അപ്പൊ ഈ കണ്ടീഷനിലാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നത്. അതേസമയം വന്ന് പതിച്ച ലൈറ്റിന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടി കുറവാണെങ്കിൽ ഒരിക്കലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിന്റെ എമിഷൻ അവിടെ നിന്ന് നടക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ പ്രത്യേകത. സോ പ്രധാനമായിട്ട് നമുക്ക് 4 പ്രോപ്പർട്ടീസ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഒന്നാമത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കുമ്പോൾ വന്ന് പതിക്കുന്ന ലൈറ്റ് ഫോട്ടോ ഇലക്ട്രോൺസ് ആ മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഈ ലൈറ്റ് വന്ന് പതിക്കുന്ന അതേ നിമിഷത്തിൽ നിന്ന് ഇലക്ട്രോൺ ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാം. ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ബീം ആൻഡ് ഇജക്ഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയാം. അത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡ്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ. നാലാമത്തേന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റലുകൾക്കും ഫോർ എവരി മെറ്റൽ ദർ ഈസ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ദാറ്റ് ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് ദിസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡസ് നോട്ട് ഹാപ്പൻ. ഇതാണ് പ്രധാനപ്പെട്ട 4 സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ വിശദീകരിക്കാൻ വേണ്ടി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചത് പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം, ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തിയത്. പക്ഷെ പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ വിശദീകരിച്ചു. അപ്പം അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കേസ് 1921 ആൽബർട്ട് ഐൻസ്റ്റീന് ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത് ഫോർ ദ എക്സ്പ്ലനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അപ്പൊ ഹെഡ്സ് കണ്ടുപിടിച്ച ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിച്ചു. ആ ഒരു വിശദീകരണത്തിനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ 1921 ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടുന്നത്. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വിശദീകരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ വിശദീകരിച്ചത്
ഒരു സ്യൂട്ടബിൾ എനർജി ഉള്ള അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ ഒരു വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ മെറ്റലിന്റെ സർഫസിൽ വന്ന് വീഴുമ്പോൾ ആ മെറ്റലിന്റെ സർഫസിലേക്ക് അല്ലെങ്കിൽ ആ മെറ്റലിന്റെ സർഫസിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ ഈ ലൈറ്റിൽ നിന്ന് എനർജിയെ അബ്സോർബ് ചെയ്യുന്നു, ആഗിരണം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, അവിടെ രണ്ട് പ്രക്രിയകൾക്കാണ് ഈ വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഊർജ്ജത്തെ അല്ലെങ്കിൽ എനർജി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ H nu എന്ന് പറഞ്ഞു, ഈ ഈക്വൽ ടു H nu ആണ് പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറി വെച്ച് എനർജി അറിയാം. അപ്പൊ വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ എനർജി എന്ന് പറഞ്ഞാൽ H nu ആന്നിരിക്കട്ടെ. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ഈ ഫോട്ടോണിന്റെ വന്ന് പതിച്ച ഫോട്ടോൺ അല്ലെങ്കിൽ ലൈറ്റിന്റെ എനർജി H nu ആണെങ്കിൽ ഈ എനർജി ഈ മെറ്റലിന്റെ സർഫസിലേക്ക് വന്ന് പതിച്ച ലൈറ്റ് അതിന്റെ എനർജിയെ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ മെറ്റലിന്റെ സർഫസിൽ ഉപരിതലത്തിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ പ്രയോജനപ്പെടുത്തുന്നത്. ഒന്ന്, മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഇളകിയിരിക്കാൻ. രണ്ട്, മെറ്റലിന്റെ സർഫസിൽ ഇളകിയിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് വെളിയിലിട്ട് പോവുകയും വേണം. അപ്പൊ H nu എന്ന് പറയുന്നത് H nu 0 പ്ലസ് ഹാഫ് mv² എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് എഴുതി വെക്കാം. ഈ H nu 0 ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു പേര് വിളിച്ചു വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ അതിനെയാണ് W0 എന്ന് വിളിക്കുന്നത്. W0 അതാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം nu0 ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള H nu0 ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നു, അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ വർക്ക് ഫംഗ്ഷന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു കോസ് ദ ഫിനോമിനൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിയാണ് ത്രഷോൾഡ് എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇനി വേവ് ലെങ്ത് പറയാറുണ്ട്, ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറയാറുണ്ട്. അത് എൻട്രൻസിന്റെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം വർക്ക് ഫംഗ്ഷൻ W0 അല്ലെങ്കിൽ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഇവിടെ ഹാഫ് mv² എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ ആണ്. M എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസ്, B എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ വെലോസിറ്റി. അപ്പം വന്ന് പതിച്ച ലൈറ്റിന്റെ എനർജിയാണ്, ടോട്ടൽ എനർജിയാണ് H nu. അതിനെ രണ്ട് കാര്യങ്ങൾക്കാണ് ആ ഇലക്ട്രോൺ ഉപയോഗിക്കുന്നത്. ഒന്ന്, മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇളകാനും അതുപോലെ പോകാൻ ആവശ്യമായിട്ടുള്ളതാണ് കൈനറ്റിക് എനർജി, അല്ലെ? ഗതികോർജ്ജം സ്ഥിതികോർജ്ജം പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ സ്ഥാനം ഉണ്ടാകുന്ന എനർജിയാണ് സ്ഥിതികോർജ്ജം, അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഓടാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി, ഹാഫ് mv² എന്ന് പറയും. അപ്പൊ H nu 0 ഹാഫ് mv². അപ്പൊ ഇലക്ട്രോൺ H nu ഫോട്ടോണിന്റെ എനർജി അബ്സോർബ് ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഇലക്ട്രോൺ, ഇളകാനും പോകാനും. ഇലക്ട്രോണിനെ ജസ്റ്റ് ഇളക്കി വെക്കാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയാം അയോണൈസേഷൻ എന്ന് പറയും. ഇലക്ട്രോണിനെ ആറ്റത്തിൽ നിന്ന് ഇളക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് അയോണൈസേഷൻ എനർജി. അതാണ് ഈ വർക്ക് ഫംഗ്ഷൻ W0 എന്ന് പറയുന്നത്. അതാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്ത ഇക്വേഷൻ. ഇതിനെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഇതിനെയാണ് നമ്മൾ ഐൻസ്റ്റീനിന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. 1921 ഐൻസ്റ്റീന് നോബൽ പ്രൈസ് മേടിച്ചു കൊടുത്ത ഒരു ഇക്വേഷൻ ആണ്. ദിസ് ഈസ് കോൾഡ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഈ ഇക്വേഷനെ വേണമെങ്കിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഹാഫ് mv² ഒക്കെ ഇവിടെ നിർത്തി H nu 0 ഒക്കെ അപ്പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ കൈനറ്റിക് എനർജി ഹാഫ് mv² ഈക്വൽ ടു H nu മൈനസ് H nu 0 എന്നൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഇക്വേഷൻസിന് പല മോഡിഫിക്കേഷൻസ് ഉണ്ട്. ബേസിക് ഇക്വേഷൻ ഇതാണ്. അപ്പം വന്ന് പതിച്ച ഫോട്ടോണിന്റെ ഒരു ഫോട്ടോണിന്റെ എനർജി ഇലക്ട്രോൺ, മെറ്റലിന്റെ സർഫസിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ത്രഷോൾഡ് എനർജിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ ആ മെറ്റാലിക് ആറ്റങ്ങളുടെ ആ സർഫസിൽ നിന്ന് ഇളകിയിരിക്കാൻ വേണ്ടിയുള്ള എനർജി H nu 0. പിന്നെ ബാക്കിയുള്ളത് ഇലക്ട്രോണിന് പുറത്തേക്ക് പോകാനുള്ള ഹാഫ് mv². ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, രണ്ട് ഉദാഹരണങ്ങളാണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനകത്തുള്ളത്. ഒന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷനും രണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും. ഈ രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ.